ഇൻസ്റ്റയിലാണെങ്കിൽ വൺ ട്രെൻഡ്, ഊട്ടിയിൽ ഒടുക്കത്തെ തണുപ്പാന്ന്. വീട്ടിൽ തന്നെ ഒടുക്കത്തെ തണുപ്പാ, എന്നിട്ടിപ്പോൾ കുട്ടികളെയും കൊണ്ട് ഊട്ടിക്കുക. നിനക്ക് വല്ല വട്ടുണ്ടോ ബ്രസി? ഈ ഡയലോഗ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മാത്രമല്ല കേട്ടോ, കേൾക്കണവർ മുഴുവനും ഇതാ പറഞ്ഞത്. വിഷ്ണുവേട്ടൻ മാത്രമല്ല കേട്ടോ ഈ വട്ടിന് കട്ടയ്ക്ക് സപ്പോർട്ട്. വിഷ്ണുവേട്ടൻ്റെ ഫ്രണ്ട് സ്മൃതിൽ ചേട്ടനും ശ്രുതിയും കുട്ടികളും ഉണ്ട് കേട്ടോ കൂടെ. ഊട്ടിയിൽ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ 9 തുടങ്ങി 4 മണി വരെ ഏതൊരു ഹൈ റേഞ്ച് സിറ്റിയിലും ഡിസംബറിൽ ഉണ്ടാവുന്ന തണുപ്പ്, അതായത് പകൽ സമയം സഹിക്കാൻ പറ്റുന്നതാണ്. നോട്ട് ദ പോയിന്റ് പകല്. വൈകുന്നേരം 4 മണിക്ക് ശേഷം, അത് നമുക്ക് 4 മണിക്ക് ശേഷം പറയാം കേട്ടോ. പോണ വഴി കണ്ടതാ പാലട, ഒരു സിറ്റിയുടെ പേരാ. അടിപൊളിയല്ലേ? ഞങ്ങൾ താമസിച്ചത് 0 ഡിഗ്രി ഒരു 3 BHK ഉള്ള വില്ലയിലാണ്. അതാവുമ്പോൾ കുട്ടികൾക്കും നമുക്കും സ്വാതന്ത്ര്യമാണ്, മറ്റുള്ളവർക്കൊട്ട് ശല്യമില്ല. അടിപൊളി അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഒരു അടിപൊളി സെറ്റി ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അതിനോട് ചേർന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു TV ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മൾ റെഡി ആവുന്ന സമയത്തൊക്കെ TV കാണാം. അതുപോലെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. എൻ്റെ മിക്ക വ്ളോഗ് കാണുന്നവർക്ക് അറിയുന്നുണ്ടോ, ഞാൻ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അപ്പം കുഞ്ഞു കയറിയത് ഹെഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ റൂം വ്ളോഗ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കയറി അവളാണ് പിന്നെ അത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടാ. നമുക്ക് വേണമെങ്കിൽ ഒരു കോഫിയൊക്കെ ഇട്ട് ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാം. പക്ഷെ രാത്രി ഇവിടെ ഇട്ട് കുടിക്കാൻ പറ്റില്ല കേട്ടോ, തണുത്ത് വിറയ്ക്കും. ഇവിടെ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ്. ഇവിടെ 2 ഷർട്ട് ഉണ്ടായിട്ട് അത് ഞാൻ കുടിച്ച് തീർത്തു. ബിസ്ക്കറ്റ്, മിഠായി, എല്ലാ സാധനങ്ങളും ഉണ്ട്. മിഠായി ഇതാണ് ഏറ്റവും ഫേവറേറ്റ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതിനും ബാൽക്കണി അവൈലബിൾ ആയിരുന്നു കേട്ടോ. ടുട്ടപ്പാ സെക്കൻഡ് റൂമിൻ്റെ ബാൽക്കണി ഫസ്റ്റ് റൂമിൻ്റെ ബാൽക്കണിയുടെ അത്രയ്ക്കൊരു സൈറ്റ് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. മുകളിൽ 2 ബെഡ്റൂം ഉള്ളതുപോലെ തന്നെ താഴെ നമുക്ക് ഒരു ബെഡ്റൂം അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡ് കഴിഞ്ഞ് നാട്ടുവിശേഷവും വീട്ടുവിശേഷവും ഒക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് ഇരുന്നപ്പോഴേക്കും ഷോർട്സിൻ്റെ 3 മിനിറ്റ് കഴിയാറ്. ഇനിയിപ്പോൾ ഇവിടുത്തെ സൈറ്റ് സീൻ വിശേഷങ്ങളും അതുപോലത്തെ രാത്രിയിലത്തെ ഒടുക്കത്തെ തണുപ്പിൻ്റെ വിശേഷമൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ.